മുഖവര കൂടാതെ നിങ്ങളോട് ഇന്ന് പൽക്കാലം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഹാനോക്കിൻ്റെ കാര്യമാണ്. ആ വാക്യം ഒന്നിൽ വായിക്കാം. 11 എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ അതിന്റെ 5-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ദൈവത്തിലൂടെ നടന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പറിയാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധന്മാവിൻ്റെ മനസ്സിൽ തന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സബ്ജക്റ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് പൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് പൽക്കാലം ഞാൻ സംസാരിക്കുമ്പോൾ അത് ഈ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു മെസ്സേജായിട്ടല്ല, ഓൺലൈനിൽ കൂടെ ഞാൻ കേൾക്കുന്നവർക്കും മാത്രമുള്ള മെസ്സേജായിട്ടല്ല. ഈ മെസ്സേജ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജും ഒപ്പം എല്ലാവരും പ്രാവർത്തികമാക്കേണ്ട ഒരു മെസ്സേജായിട്ട് പരിശുദ്ധ ഹൃദയം നൽകിയിരിക്കുകയാണ്. അത് സംസാരിക്കുമ്പോൾ പ്രത്യേകം ഓർക്കോ, ആരെ ഉദ്ദേശിച്ചോ ആരെ മനസ്സിൽ വെച്ചോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ബൈബിൾ വീക്ഷണത്തിൽ നമ്മൾ ഈ തലമുറയിൽ എങ്ങനെ ആകണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഗൗരവമായ പഠനമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ വിഷയത്തിലൊക്കെ സമയം പോയതുകൊണ്ട് കയറുകയാണ്. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. പക്ഷേ അവന് കുടുംബസ്ഥനായ ഒരാളായിരുന്നു. അവൻ വിവാഹം കഴിച്ചവനായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അവൻ്റെ തലമുറയുടെ കാര്യമൊക്കെ പ്രത്യേകമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി നടക്കുന്നതിന് കുടുംബജീവിതം ഒരു തടസ്സമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കല്യാണം കഴിച്ചാൽ കുടുംബജീവിതമായ പിന്നെ ദൈവത്തോട് നടക്കാനൊക്കത്തില്ല, ആത്മീയമായി മുമ്പോട്ട് പോകാനൊക്കത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സഭകളുമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ദൈവത്തോട് നടക്കുന്നതിന് കുടുംബജീവിതം തടസ്സമല്ല. 300 സംവത്സരം അവൻ ദൈവത്തോട് നടന്നത് കുടുംബത്തോടു കൂടെയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ കുടുംബത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്നത് വളരെ അനുഗ്രഹമുള്ള കാര്യമാണ്. കുടുംബജീവിതം ദൈവത്തോട് നടക്കുന്നതിന് ഒരിക്കൽ പോലും തടസ്സമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവനെ ഉടലോടെ എടുത്തുകൊണ്ട് പോകുന്നതിൽ അവന് കുടുംബജീവിതം തടസ്സമായില്ല. ഉടലോടെ ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോകുന്നതിന് 300 സംവത്സരക്കാലം ദൈവത്തോട് നടക്കുന്നതിനും അവൻ്റെ കുടുംബജീവിതം അവന് എന്തായിരുന്നില്ല, തടസ്സമായിരുന്നില്ല. അപ്പോൾ കുടുംബത്തോടുകൂടെ തലമുറയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തോട് നടക്കുന്ന കാര്യത്തിൽ ദൈവം വച്ചിരിക്കുന്ന കുടുംബജീവിത പദ്ധതികളെ തടസ്സപ്പെടുത്താനോ അതിനെ തകർക്കാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി യാഗം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്ന മഹാപുരോഹിതനായിരുന്ന അഹരോൻ വിവാഹിതനായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ധൂപം കാട്ടുവാൻ, യാഗം കഴിക്കുവാൻ, അല്ല അതിപരിശുദ്ധ പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന അഹരോൻ വിവാഹിതനായിരുന്നു. നോഹ 8 പേര് മാത്രം രക്ഷപ്രാപിച്ച ആ ചെറിയ പെട്ടകത്തിൽ രക്ഷപ്പെട്ട നോഹ വിവാഹിതനായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ 1-ാം സ്ഥാനിയായിരുന്ന പത്രോസ് അവൻ വിവാഹിതനായിരുന്നു. ബൈബിളിൽ പറയുന്നു പത്രോസിൻ്റെ അമ്മായിയമ്മ പനിയായി കിടന്നു. ബാക്കിയുള്ള കാര്യം നമുക്ക് പ്രത്യേകത അറിയത്തില്ല. പക്ഷേ അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മരുമോൻ്റെ കാര്യം നമുക്ക് പറയാം. അതുകൊണ്ട് പത്രോസ് എന്തായിരുന്നു? വിവാഹിതനായിരുന്നു. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും കുടുംബജീവിതം നയിക്കുന്നതിന് ആത്മീയ ജീവിതത്തിന് തടസ്സമല്ലെന്ന് അറിയണം.
ആരെങ്കിലും അങ്ങനെ പറഞ്ഞു വരികയോ അങ്ങനെ പഠിപ്പിക്കുകയോ പാസ്റ്റർമാർ കല്യാണം കഴിക്കാൻ പാടില്ല, പ്രത്യേക പുരോഹിതന്മാർ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുണ്ട്. പക്ഷേ നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. കാരണം കുടുംബജീവിതം ആരംഭിച്ചത് തന്നെ സർവശക്തനായ ദൈവമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒപ്പം നമ്മുടെ ആദ്യ പിതാവായ അബ്രഹാമും അമ്മേ കൂടാരങ്ങൾ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. അബ്രഹാമിൻ്റെ കൂടാരത്തിൽ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഉണ്ടായിരുന്നു, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് കൂടാരങ്ങൾ പാർത്തു. ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി സംസാരിക്കുന്നതിനോ ദൈവത്തെ സേവിക്കുന്നതിനോ മോരിയാമ്മലിൽ ദൈവത്തിനുവേണ്ടി യാഗം കഴിക്കുന്നതിനോ അമ്മൽ ഇത്രയും ബാല്യക്കാരുമായിട്ട് വേദശാസ്ത്ര അഭിപ്രായത്തിൽ 6000-നും 7000-നും ഇടയിലുള്ള ആളുകൾ, ദാസന്മാരും അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ്. പക്ഷെ ഇത്രയും പേരുള്ള ആ കൂട്ടുകുടുംബത്തിൻ്റെ അകത്ത് മോനോടും കൊച്ചുമോനോടും കൂടെ ഒരുമിച്ച് അബ്രഹാം താമസിച്ചപ്പോഴും ദൈവം ഇറങ്ങി വരുന്നതിനോ ദൈവം സംസാരിക്കുന്നതിനോ തടസ്സമായിരുന്നില്ല. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഞാനിന്ന് ഇളക്കപ്പെരുക്കമായിട്ടല്ല, ശാന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. കണ്ണടയാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതുകൊണ്ട് അബ്രഹാമും ഇസഹാക്കും യാക്കോബും അബ്രഹാമിനോട് ചേർന്ന് കൂടാരങ്ങളിൽ തൻ്റെ ദാസന്മാർ 318 അഭ്യാസികൾ തന്നെ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ ചാടി ഇറങ്ങാനുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം 318 പേരെ ഉണ്ടായിരുന്നുള്ളതല്ല, അത് കൂടുതലുണ്ടായിരുന്നു. മനസ്സിലാക്കണം. അവരും അവരുടെ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം ഈ മഹാകൂടാരത്തിൽ, ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ സർക്കസ് കൂടാരം പോലെ ആയിരിക്കും എൻ്റെ ചിന്ത. ആളുകൾ ഇങ്ങനെ ആ വീട്ടിൽ പാർക്കുന്നു, അബ്രഹാം അതിനെയെല്ലാം ഗൈഡ് ചെയ്യുന്നു. എന്നാ പരിപാടിയാണ്! ഇപ്പം നമുക്കടെ 2 പിള്ളേരെ മാനേജ് ചെയ്യാൻ എന്നാ പരിപാടിയാണ്, പോട്ടെ ഒന്നിനെ മാനേജ് ചെയ്യാൻ എന്തൊരു പരിപാടിയാണ്. അവൻ എന്ത് നടുവിന് കൈ കൊടുത്ത് എൻ്റെ പൊന്നു മാസ്റ്ററെ ഞാൻ തന്നെ വേണ്ടായോ വീട്ടിലെ മുഴുവൻ കാര്യം നോക്കാൻ, ഇവിടുത്തെ മുഴുവൻ കാര്യം ചെയ്യാൻ ഞാൻ തന്നെയല്ലേ വേണ്ടത് എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ അബ്രഹാം മന്ദിരമുണ്ടാണെങ്കിൽ നമുക്ക് അബ്രഹാമിന് സകുട്ടി ഒരു അവാർഡ് കൊടുക്കായിരുന്നു. കാരണം ഇത്രയും പേരുമായിട്ട് ഒരു കൂടാരത്തിൻ്റെ അകത്ത് ഒരുമിച്ച് പാർത്ത മഹാവിശ്വസ്തനായ വിശ്വാസിയായ ഒരു പിതാവായിരുന്നു അബ്രഹാം. കൈ അടിച്ചൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിന്, ദൈവത്തെ ബഹുമാനിക്കുന്നതിന് കുടുംബജീവിതം ഒരു തടസ്സം അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഇന്ന് പാലക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷയം കുടുംബവും കുടുംബജീവിതമാണ്. അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കും. വായിച്ചാട്ടെ. 24-ന്റെ 1. അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ യിസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. എൻ്റെ ഇന്നത്തെ മെസ്സേജിൻ്റെ ഒരു ഹെഡിങ് എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൽ തലമുറയുമുള്ള ബന്ധത്തിൽ മാതാപിതാക്കളുടെ പങ്കെന്താണ്, അവരുടെ കടപ്പാട് എന്താണ്? കുടുംബജീവിതം നല്ലതാണ്, കല്യാണം കഴിക്കുന്നത് നല്ലതാണ്, പിള്ളേർ നല്ലതാണ്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. അബ്രഹാമിൻ്റെ കുടുംബജീവിതം നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ അടിസ്ഥാനം വിശുദ്ധ ബൈബിളാണ്, നമ്മുടെ ഗൈഡ് ലൈൻ ബൈബിളാണ്. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭകളും ശുശ്രൂഷകളും സഭയും എല്ലാം മുമ്പോട്ട് പോകുന്നത്. ക്രിസ്ത്യാനിറ്റി അക്കോർഡിംഗ് ടു വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-ാമത്തെ വിശ്വാസ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാമിന് പ്രായമായി, വയസ്സ് എന്ന് വൃദ്ധനായി. അവൻ്റെ കുഞ്ഞുണ്ടായത് തന്നെ 100-ാമത്തെ വയസ്സിലാണ്.
ഇപ്പോൾ അബ്രഹാം ഒരു സെറ്റിലായി. യഹോവ സകലത്തിലും അവനെ അനുഗ്രഹിച്ചു. ബൈബിൾ പറയുന്നു അവൻ മഹാധനവാനായി തീർന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയപ്പോൾ വിശ്വാസത്തിൻ്റെ വീരനായ അബ്രഹാം ചിന്തിക്കുന്നു തൻ്റെ വാർദ്ധക്യത്തിൽ കിട്ടിയ മകനായ ഇസഹാക്കിൻ്റെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അബ്രഹാം എന്താ ചെയ്യുന്നത്? തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന എലിയാസർ എന്ന് പറയുന്ന ഒരു വിശ്വസ്ത ദാസനുണ്ട്. അവനെ വിളിച്ചിട്ട് അബ്രഹാം പറയുകയാണ്, എലിയാസറെ, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അബ്രഹാമിൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് എലിയാസറാണ്. നീ ഒരു കാര്യം ചെയ്യണം. ചുറ്റും പാർക്കുന്ന കനാന്യരായിട്ടുള്ള ജാതികളിൽ നിന്ന് എൻ്റെ മകനൊരു ഭാര്യ വേണ്ട. സുന്ദരിമാരായ ഒത്തിരി പെൺകുട്ടികൾ ചുറ്റുമുണ്ട്, അവരെ എന്നും കാണുന്നു. പക്ഷെ എൻ്റെ മകൻ്റെ കല്യാണം വരുമ്പോൾ നീ ഇവിടുന്ന് ആരെ എടുക്കണ്ട, നീ എൻ്റെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് പോകണം. അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യ എടുക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്ന അവരല്ല, അപ്പനും അമ്മയുമാണ്. സ്വതന്ത്രം പറയാൻ പറ്റുള്ളൂ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി അവരെ ഭാവിയിൽ ഒരറ്റം വരെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തുടർന്നുള്ള അവരെ ഭാവിയുടെ കാര്യത്തിലും മാതാപിതാക്കൾക്ക് ഒരു കണ്ണുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നതോ എഞ്ചിനീയറാക്കുന്നതോ നേഴ്സാക്കുന്നതോ വിദേശത്തിൽ വിടുന്നതോ അല്ല വലിയ കാര്യം. അവരെ 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 80 വയസ്സ് വരെ സമാധാനമായി ജീവിക്കാനുള്ള പദ്ധതിയിൽ അപ്പനും അമ്മയ്ക്കും ഒരു പാർട്ടുണ്ട്. എന്നോട് പരിശുദ്ധ പറഞ്ഞു ശക്തമായ ഭാഷയിൽ. ഞാൻ പറഞ്ഞു, ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതല്ല ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതാ. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെനിക്കിന്നെ പറഞ്ഞ് പറ്റൂ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഈ വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥനയിലായിരുന്നു. കൊച്ചിനെ ഞാൻ നേഴ്സാക്കി, ഞാൻ രക്ഷപ്പെട്ടു. ഡോക്ടറാക്കി രക്ഷപ്പെട്ടു. ഞാൻ എഞ്ചിനീയറാക്കി രക്ഷപ്പെട്ടില്ല. അവരുടെ ഭാവിക്ക് വേണ്ടി സാമ്പത്തികമായി നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു കൈ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തമുള്ള അപ്പനും ഉത്തരവാദിത്തമുള്ള അമ്മയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങളൂടെ പ്രാർത്ഥിച്ച് ചെയ്തു കൊടുക്കണം. അതിനെ ആരെ ഏൽപ്പിക്കണം? ഒന്ന് പറ. മാട്രിമോണിയൽക്കാരെ ഏൽപ്പിക്കണം, ദല്ലാളുമാരെ ഏൽപ്പിക്കണം. എല്ലാവരും തന്നെ എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. അല്ലെ പിള്ളേരെ തന്നെ അംഗീകരിച്ചേക്കാം. പരിശുദ്ധ വചനം പറയുന്നു അവരെ ആരെ ഏൽപ്പിക്കണ്ട, എലിയാസറിനെ ഏൽപ്പിക്കണം. രക്തം ജയം. എലിയാസർ ആരാ? ഒന്ന് ഉറക്കെ പറ. വചനം അറിയാതെ ഉറക്കെ പറ. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ നിന്റെ തലമുറയെ ഏൽപ്പിച്ചാൽ നീ പിന്നെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. 2 കാര്യമാണ്. 1, നീ പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. 2, നിന്റെ തലമുറ പരിശുദ്ധമായി നിറയപ്പെടണം. നീ നിന്റെ തലമുറയും കൺട്രോൾ ആകേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല. രക്തം ജയമെടുക്കട്ടെ. പരിശുദ്ധാത്മാവിന് നീ 1ാം സ്ഥാനം കൊടുത്താൽ നിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നടത്തും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ എലിയാസർ ചോദിച്ചു, യജമാനെ, ഞാൻ പോയി പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? എന്ത് ചെയ്യും? ശരിയല്ലേ?
ഒരു എത്തിമടിയില്ലാത്ത സ്ഥലത്തേക്ക് ഇന്നത്തെ കാലം പോലെയല്ലോ. അന്നത്തെ കാലത്ത് വാഹനം മൂലത്തിന് പുറത്ത് കയറി ദീർഘദൂര യാത്ര ചെയ്ത് വേറെ ദേശത്ത് ഒരു പെണ്ണിനെ കണ്ട് പെണ്ണിനെ കൊണ്ട് വരിക എന്ന് കൊച്ചു കാര്യമില്ല. ആര് വിടും പെണ്ണിനെ? അങ്ങനെ ആരെങ്കിലും വിട്ടു തരുമോ? പെണ്ണെ വിശ്വാസി, അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം പറഞ്ഞു, കൽദേരെ പട്ടണമായ ഊരിൽ നിന്ന് എന്നെ വിളിച്ച തേജോമയനായ ദൈവം തന്റെ ദൂതനെ നിന്റെ മുമ്പിൽ അയച്ച് എന്റെ മകനൊരു ഭാര്യ തരും. കൈ അടിക്കാൻ സന്തോഷമുണ്ട്, കൈ അടിച്ചാൽ മതി. മാതാപിതാക്കളോട് ഇന്ന് വാക്കുകൾ ഞാൻ ഗൗരവമായ ഭാഷ പറയുന്നു. തലമുറ ദൈവം തന്നെങ്കിൽ, തലമുറ പഠിത്തത്തിൽ ഇവിടം വരെ ദൈവം കൊണ്ടെത്തിച്ചെങ്കിൽ അവരെ കല്യാണ കാര്യത്തിലും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പല അപ്പന്മാരും അമ്മമാരും ഇന്ന് ഭയങ്കര ടെൻഷനിലാണ്. വളരെ ശാന്തമായ ഭാഷ ഞാൻ പറയുന്നു. നീ കൺട്രോൾ വിട്ടുകൊടുക്കേ, നീ പവർ അങ്ങ് വിട്ടുകൊടുക്കേ. ആരെ ഏൽപ്പിക്കണം? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നീതിയോടും ന്യായത്തോടും ഭാവിയിൽ ദോഷം വരാത്ത നിലയിൽ നിനക്ക് വേണ്ടി പരിശുദ്ധ പ്രവർത്തിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പരിശുദ്ധാത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ ലജ്ജിച്ചു പോയിട്ടില്ല. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവർ ലജ്ജിച്ചു പോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ പോകുന്നവർ ലജ്ജിച്ചു പോയിട്ടില്ല. സ്വന്തം കഴിവിലും സ്വന്തം മിടുക്കിലും സ്വന്തം പണത്തിനും നീ പ്രാധാന്യം കൊടുത്താൽ കുഴഞ്ഞു മറിയും. കർത്താവേ, ഐ ആം ഹെൽപ്ലെസ്, ഐ ആം ഹോപ്പ്ലെസ്, എനിക്ക് കഴിവില്ല, അംഗീകാര്യം ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ആര് പ്രാർത്ഥിക്കുമോ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവരും കൈ അടിച്ച് ഉറക്കെ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. രക്തം ജയമെടുക്കട്ടെ. എലയേസറിന്റെ 8 ക്വാളിറ്റി ഞാൻ പറയാൻ പോയി. എലയേസറിന്റെ പരിശുദ്ധാത്മാവിന്റെ 8 ക്വാളിറ്റി. 1, അവൻ വിശ്വസ്തനാണ്. ഒരു കാര്യം ഏറ്റാൽ ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. പലരും നമ്മളെ ചതിച്ചിട്ടുണ്ട്, ഏറ്റ പലരും നമ്മളെ കൈവിട്ടുണ്ട് അവസരം വന്നപ്പോൾ. പക്ഷെ പരിശുദ്ധാത്മാവ് കൈവിടുന്നവനല്ല. നിന്റെ പ്രതിസന്ധിയിൽ എൻ്റെ കൈക്ക് പിടിക്കാൻ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഉറക്കെ സ്വന്തം പറയണം, എന്റെ കാര്യങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് കൂടുണ്ട്. കഴിഞ്ഞ 34 വർഷമായി പരിശുദ്ധാത്മാവ് എന്നെ ചതിച്ചിട്ടില്ല. രക്തം ജയം. ഞാൻ എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അന്ന് മുതൽ ഒരു വണ്ടിയെ മോട്ടോർ ചലിപ്പിക്കുന്നത് പോലെ എന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാ. പല റോങ് സ്റ്റെപ്പുകൾ ഞാൻ എടുത്തപ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്ത് റൈറ്റ് സ്റ്റെപ്പിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ പരിശുദ്ധാത്മാവ് ചതിക്കത്തില്ല. സ്തോത്രം. വിദ്വാൻമാർ നക്ഷത്രം കണ്ട് ഇറങ്ങി. കൊട്ടാരത്തോട് അടുക്കാറായപ്പോൾ നക്ഷത്രം നോട്ടം വിട്ടിട്ട് അവർ വേറെ പലതും ചിന്തിച്ചു. തെറ്റിപ്പോയി. എന്താ പറ്റി? നിരപരാധികളായ ധാരാളം പിള്ളേരെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലേണ്ട ഗതികേട് വന്നു. ഇവരെ നോട്ടം തെറ്റിയതുകൊണ്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഒരു കാര്യം ഓർത്തോളം, നീ ഇറങ്ങിയ ദർശനവും ഇറങ്ങിയ വെളിപ്പാടും വിട്ട് നീ ദൈവത്തിന് വഴിവിട്ട് പോകല്ലോ കേട്ടോ. പോയാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് മാത്രമല്ല
നിന്നോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ഗതികേടുണ്ടാകും. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നീ മുമ്പോട്ട് പോയാൽ നിന്നെ നയിക്കാൻ ദൈവശക്തനാ. എലിയാസർ വിശ്വസ്തനാണ്. 2, എലിയാസർ പരിജ്ഞാനവും അനുസരണമുള്ളവനാണ്. അബ്രഹാം എന്ത് പറയുന്നു അത് പരിജ്ഞാനത്തോടെ അനുസരിക്കുന്നവനാണ്. നിന്റെ ജീവിതത്തിന്റെ പാതകൾ നിനക്ക് പരിജ്ഞാനം തരുന്ന പരിശുദ്ധാത്മാവാണ്. എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഏത് വഴി പോകണം, ഏത് വഴി പോകേണ്ട, എപ്പോൾ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണം, എപ്പോൾ ബൈബിൾ വായിക്കണം, എപ്പോൾ ബൈബിൾ വായിക്കാതിരിക്കണം, എപ്പോൾ സഭയിൽ പോകണം, എപ്പോൾ പോകാതിരിക്കണം. ആത്മാവ് പ്രാപിച്ചൊരു ദൈവത്തിന്റെ പൈതലിന് അറിയാം അവന് കൂടെ ഒരാൾ നടക്കുന്നുണ്ടെന്ന്. രക്തം ജയമെടുക്കട്ടെ. ഒറ്റയ്ക്കല്ല, എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിന്റെ നിഴല് പോലെ നിന്നെ ഫോളോ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ആളത്വമാണ്. ഇന്ന് പകല് ശക്തി മാത്രമല്ല, അത് നിന്നെ ഗൈഡ് ചെയ്യുന്ന ഒരാളത്വമാണത്. കരമടിച്ചൊരു സ്വതന്ത്രം പറയേ, ഇതെനിക്ക് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധമാ നിന്റെ കൂട്ടുകാരനാ. പരിശുദ്ധമാ നിന്നോട് സംസാരിക്കും. പരിശുദ്ധമാ നിന്നെ തൊടും. പരിശുദ്ധമാ നിന്റെ കണ്ണുനീരൊപ്പും. നീ വീണെടുക്കുമ്പോൾ പരിശുദ്ധമാ നിന്നെ പിടിച്ചു പൊക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. നിന്നെ മാത്രം തലമുറയെ നയിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുഭവിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെ വരുമ്പോൾ 2 മണിക്കൂർ മാത്രം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അല്ല നിനക്കും എനിക്കും ഉള്ളത്. 24/7 24/7 എല്ലാ ദിവസവും ആത്മാവിന്റെ ശക്തി പ്രാപിച്ച ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പരിജ്ഞാനം കൊണ്ട് എലിയാസറിന് അനുസരണമുണ്ട്. അതാണ് ഹോളി സ്പിരിറ്റ്. 3, ഈ എലിയാസർ പ്രാർത്ഥനാ നിരതനാണ്. അവന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴും അവൻ പ്രാർത്ഥിക്കുക. വായിച്ച് പറയാൻ സമയമെടുക്കുന്നില്ല. അവിടെ ചെന്നപ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കുക. എങ്ങനാ എലിയാസർ പ്രാർത്ഥന പഠിച്ചത്? അബ്രഹാം പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ പ്രാർത്ഥന കണ്ട എലിയാസറിനെ പ്രാർത്ഥന ആരും പഠിപ്പിക്കണ്ട. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ പിള്ളേർ ഓട്ടോമാറ്റിക്കായി പ്രാർത്ഥിച്ചോളും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാത്ത അപ്പനും അമ്മയും പിള്ളേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിച്ചു കാണിക്കണം. അബ്രഹാം പ്രാർത്ഥിച്ചാൽ ഇസ്ഹാക്ക് പ്രാർത്ഥിക്കും. ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചാൽ യാക്കോബ് പ്രാർത്ഥിക്കും. ആമേൻ. അവർ 3 പേരും പ്രാർത്ഥിച്ചാൽ എലിയാസാറും പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കൈയടിച്ചുറക്കെ സ്തോത്രം പറ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എത്ര വലിയ ദൈവമാ. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. അമ്മേ പ്രാർത്ഥന നിരതരായിരുന്നു. പ്രതികൂലങ്ങളും പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിന്റെ നേരെ ആരല്ല എവിടുന്നല്ല അമ്പുകൾ എഴുതാലും അത് നിന്റെ ദേഹത്ത് തലമുറയിൽ കൊള്ളാതെ വണ്ണം അതിനെ തടയുന്ന ദൂതന്മാരെ കാവൽ ഇന്ന് പകൽ ദൈവം ഇട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോംബ് വരട്ടെ, മിസൈൽ വരട്ടെ, ജാതീയ രാഷ്ട്രീയ മതശക്തികൾ വരട്ടെ, നിന്റെ മുടിയെ പോലും തൊടത്തില്ല. വിശ്വാസമുള്ളവർ മാത്രം കൈയടിച്ച് സ്തോത്രം പറ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാ. എന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അന്യഭാഷയിൽ ആരാധിക്കുന്നവരല്ല, അന്യഭാഷയിൽ ആരാധിച്ചോ. വെളിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കാർപ്പുറത്തിരിക്കുന്നവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതാണിത്. ഓ ബാ പോരാ പോരാ പോരാ. ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ്
റീബല ബൗഡബലക്ഷ സമ്പല ദിലാദല രക്ഷസെ. രക്തം ജയമെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ പരിശുദ്ധന്മാർ ചേർന്ന് നടക്കും. നിനക്ക് എവിടെയാണ് ബലഹീനതയുള്ളത്, ആ ബലഹീനത കവിയുന്നൊരു അഭിഷേകം ദൈവം തരും. രക്തം ജയം എല്ലാവർക്കും പിടി കിട്ടുന്നില്ലല്ലേ? നിനക്ക് എവിടെയെങ്കിലും വീക്കാണെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, രാജ്യപൂക്കല പാസല്ല, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കും. വീണ്ടും ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് പകൽ നിന്റെ ബലഹീനത കവിയുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കട്ടെ. ഓ റബ ജല ജല റബ ഖല. ഈബല ബൗഡബലക്ഷസെ ഈബൽ ഖലദല റൗഡബലക്ഷസെ. ഈബ വായെന്ന് തുറന്നേ സഹോദര, നിന്റെ വായം തുറന്നേ, കൈയൊക്കെ ഒന്ന് അടിച്ചൊരു സ്വോത്രം ഒന്ന് പറഞ്ഞ് ഇന്നൊരു കെട്ടൊന്ന് പൊട്ടട്ടെ. നിന്റെ ആത്മാവിന്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. യഥാർത്ഥ വിടുതൽ നിന്റെ പെരക്കത്തിൽ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ആ തലമുറയിലേക്ക് വ്യാപരിക്കാൻ പോകുകയാ. Receive the power of the Holy Spirit. ഈബലബൗഡ കമ്പലബൗഡ ഈബലബൗഡ കമ്പലബൗഡേ. ആമേൻ. പരിശുദ്ധാത്മാ വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാ ആമേ പരിജ്ഞാനവും അനുസരണമുള്ളവനാണ്. 3 എലിയാസാർ പ്രാർത്ഥന നിരതനാണ്. പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കാനല്ല, പ്രതിസന്ധി വരുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രതിസന്ധിയിൽ ദൈവം ഇറങ്ങി വരും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിന് നേരെ കിളിവാല തുറന്ന് പ്രാർത്ഥിച്ച ദാനിയേലിൻ്റെ മുമ്പിൽ സിംഹഗുഹയിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട വന്നില്ല. പിന്നെ ദാനിയേല് സിംഹം പോകുന്ന ആട്ടേണ്ടി വന്നില്ല. സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ അവനെ പ്രാർത്ഥിച്ച ബൈബിളിൽ പറയുന്നില്ല. നേരത്തെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സിംഹത്തിൻ്റെ വായ പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ച് വിടുന്നവനാണ് നമ്മുടെ ദൈവം. ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? നിന്റെ നേരെ കുരച്ചുകൊണ്ട് വരുന്ന പേപ്പട്ടികളെ പോലെ കുരച്ചുകൊണ്ട് വരുന്ന, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്റെ തലമുറ ഒതുക്കാൻ നോക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ മതശക്തികൾ എവിടുന്ന് വന്നാലും നിന്നെ തൊടാതെ അതിന്റെ നാവിനെ കെട്ടാൻ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് വൽക്കാലം ആത്മാവിൽ സേവിക്കുന്നത്. അസാമാന്യമായ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് വൽക്കാലം ഈ ആരാധന ആലയത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അത് കെട്ടുകളെ പൊട്ടിക്കും. ആരോടോ ഇന്ന് പരിശുദ്ധ പറയുന്നു, ഉദരത്തിന്മേൽ പോരാടുന്ന പോരാട്ടം. ആരോടൊന്നും എനിക്കറിയത്തില്ല. ഉദരത്തിന്മേൽ പോരാടുന്നൊരു പോരാട്ടം. നീ മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറെ കണ്ടിട്ട് മാറാത്ത കെട്ട് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുകയാണ്. വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞോണം. ഇന്ന് പകൽക്കാലം കെട്ടുപൊട്ടുന്ന പകലാണ്. ആരാധന നമ്മുടെ ഉത്സവമാണ്. ആരാധന വിടുതലാണ്. ആരാധന അഭിഷേകമാണ്. ആരാധന പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആരാധന കെട്ടുകൾ പൊട്ടുന്നതാണ്. ആരാധന നിനക്ക് ജയക്കൊടി മാറിക്കുന്നതാണ്. ആരാധന അഭിഷേകത്തിൻ്റെതാണ്. നമ്മുടെ ബിജു കോവിലിനെ കഴിഞ്ഞ ദിവസം രാത്രി 12:45 എനിക്ക് മെസ്സേജ് ഇട്ടു. പാസ്റ്ററെ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, പക്ഷേ മെഡിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 2 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്.
ഞാൻ നാളെ ബില്ലിവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. ബ്ലോക്ക് ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് ജോലിക്ക് പോകാനൊക്കത്തില്ല, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് മെസ്സേജ് ഇട്ടു. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1 മണി കഴിഞ്ഞേ ഉറങ്ങാറുള്ളൂ. 1 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല. നിങ്ങൾക്ക് ആർക്കും 1 മണി വരെ വിളിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ വെളുപ്പിന് 5 മണിക്ക് വിളിക്കല്ലേ. 1 മണി വരെയുള്ള വിളിക്കാനുള്ള സമയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കും. കുഞ്ഞെ രാവിലെ ചെല്ലുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. അവിടെ അഡ്മിറ്റാക്കി ചെക്ക് ചെയ്തു. സന്തോഷത്തിൻ്റെ വാർത്ത കേട്ടു. ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് അവിടെ ഇല്ലെന്ന്. കൈ അടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. കൈ അടിച്ചൊരു സ്തോത്രം പറഞ്ഞത്. എന്തിനാ മടിക്കുന്നത്? നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പരിശുദ്ധാത്മാവ്. ആമേൻ. രാജിവെക്കാല പാസ്റ്റർ അല്ല സൗഖ്യമാക്കുന്നത്, പരിശുദ്ധാത്മാവാ സൗഖ്യമാക്കുന്നത്. നിന്നെ വിടിയിപ്പാൻ പരിശുദ്ധാത്മാവിനാ കഴിയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഒരു ദിവസം ഓരോ അത്ഭുതമെങ്കിലും നിങ്ങൾ കാണണം. അല്ലെങ്കിൽ നീ ഒരു വിശ്വാസിയല്ല. പൈസ കൊണ്ട് നേടാം, അമ്മ എൻ്റെ മിടുക്കൊണ്ട് നേടാമെന്ന് ആരും ചിന്തിക്കല്ലേ. വട്ടപൂജ്യമാണ്, നീ നേടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വലിയ ധനവാന്മാരും ഫ്ലാറ്റിന് മണ്ടക്ക് ചാകത്തില്ലായിരുന്നല്ലോ. തോക്കൊണ്ട് നെഞ്ചത്ത് വെടിവെക്കത്തില്ലായിരുന്നല്ലോ പണമുണ്ടായിരുന്നെങ്കിൽ. പണത്തിനും തോക്കിനും പ്രശസ്തിക്കും തരാൻ കഴിയാത്ത ഒന്ന് നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ ബലഹീനമായ ശരീരത്തിന്മേൽ റബ കെട്ടൊന്ന് പൊട്ടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ. റബ റബല റൗഡ ജല 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 രക്ഷ. റബല അസാമാന്യമായ ദൈവശക്തി വ്യാപരിക്കുക. കറണ്ട് അടിക്കുന്ന പോലെ നിന്റെ ശരീരത്തിനകത്ത് ശക്തി വ്യാപരിക്കുക. ചില ബ്ലോക്കുകൾ മാറിപ്പോകുക. നടുവിന്റെ കെട്ടഴിയുക, ഉദരത്തിന്റെ കെട്ടഴിയുക, കാലിന്റെ ബന്ധനങ്ങൾ അഴിയുക, സ്കിൻ ഡിസീസ് സൗഖ്യമാകുക, ബ്ലഡ് പ്രഷർ സൗഖ്യമാകുക, ക്രിയാറ്റിൻ നോർമൽ ആകുക. യേശുവിന്റെ നാമത്തിൽ. കൈ അടിച്ച് ഉറക്കെ സ്വാതന്ത്ര്യം പറഞ്ഞ് ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവമാ, വിടുവിക്കുന്ന ദൈവമാ, ബ്ലോക്കുകളെ മാറ്റുന്ന ദൈവമാ. ഗോരി, നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നൊരു പാസ്റ്ററാണ്. ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നൊരു പാസ്റ്ററാണ്. ഞാൻ ഭൂതശാന്തിയിൽ വിശ്വസിക്കുന്നൊരു പാസ്റ്ററാണ്. പരിശുദ്ധന്മാരുടെ വരങ്ങളിലും ഫലങ്ങളിലും വിശ്വസിക്കുന്നൊരു പാസ്റ്ററാണ്. അത് ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോസ്തലപ്രവൃത്തി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുവാല കൊണ്ടിട്ടാൽ വിടുതലുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ
അത് അകത്ത് ചെല്ലുമ്പോൾ സൗഖ്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിഴൽ തട്ടിയാൽ സൗഖ്യമുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവർ ഉയർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ വിശ്വാസത്താൽ നിന്നാൽ നിന്നെ മാനിപ്പാ ദൈവശക്തനാ. കുഞ്ഞറ ബിനോയ് ഇവിടെ ഉണ്ടല്ലോ. അവരുടെ പിതാവ് പ്രിയ കുഞ്ഞുമാൻചാൻ കുവൈറ്റിൽ നിന്നുകൂടെ വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു അറ്റാക്ക് ഉണ്ടായി. സായിപ്പിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിറ്റ്. ഞാനന്നേരം അമേരിക്കയില്ല. അന്ന് ആ സമയത്ത് പുള്ളി അഡ്മിറ്റായത്. അദ്ദേഹം അഡ്മിറ്റായത്. ഞാൻ വന്ന വഴി വരുന്ന വഴിക്ക് തന്നെ സായിപ്പിനാസികൾ അദ്ദേഹത്തെ കണ്ടു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു ഓപ്പറേഷൻ വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബൈപ്പാസ് സർജറി, ബ്ലോക്കുകളുണ്ട്. അതുകൊണ്ട് മദ്രാസിൽ പോകാൻ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുക, പ്രാർത്ഥിക്കണം. ഞായറാഴ്ച സഭായത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്കൊരു പ്രത്യേക നിയോഗമുണ്ടായി. പിറ്റേ തിങ്കളാഴ്ചയാണ് അദ്ദേഹം പോകുന്നത്. ഞായറാഴ്ച വൈകിട്ട് അവർ വീട്ടിൽ പോയി 5-6 പേര് പോയെന്ന് കൈവച്ചു പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളിവിടുന്ന് ടീമായിട്ട് 5-6 പേര് അന്നത്തെ ഉണ്ടായിരുന്ന കുറച്ച് പേരുള്ള സമയമാണ്. അവർ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന പോലെ വെച്ചിട്ട് ദേവദാസിൻ്റെ മുമ്പിൽ മുട്ടയെ നിർത്തിയിട്ട് ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു വാചകം പ്രാർത്ഥിക്കുക, കർത്താവേ നാളെ ചെന്ന് അഡ്മിറ്റായി അടുത്ത ദിവസം ഓപ്പറേഷനെല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. ഓപ്പറേഷൻ കൂടാതെ വിടിയിപ്പാൻ നിനക്ക് കഴിയും. ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ പറയണം. ഞങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടു. അവിടെ ചെന്നു പെട്ടെന്ന് പറയാം. അവിടെ ചെന്നു ഡോക്ടർമാർ പറഞ്ഞു, ഒന്നുകൂടെ നോക്കിയേക്കാം. നേരത്തെ നോക്കിയതാ, ഒന്നുകൂടെ നോക്കിയേക്കാം. ഒന്നുകൂടെ നോക്കിയപ്പോൾ ഡോക്ടർമാർ പറയുന്ന റിസൾട്ട് കേൾക്കണോ? അതെനിക്ക് ഭയങ്കര അല്പം, ഞാൻ പൗരുഷൽ പ്രത്യേകം ഞാനത് പറഞ്ഞു. ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പകരം സൈഡിൽ കൂടെ മെഡിക്കൽ വേർഡാണ്, കൊളാട്രൽ വെയിൻ ഉണ്ടാക്കി. പുതിയ വെയിൻ സ്വർഗത്തിലെ ദൈവം തന്നെ അകത്ത് ബൈപ്പാസ് ചെയ്തെന്ന്. ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യം രക്തം പൊടിയാതെ നെഞ്ച് തുറക്കാതെ കർത്താവ് ബൈപ്പാസ് ചെയ്ത് അദ്ദേഹം 20 വർഷം കൂടി ജീവിച്ചിരുന്നു. ഇന്ന് പോലെ ഓർത്താണ്, നീ അറിയാതെ രക്തം പൊടിയാതെ കത്തി തൊടാതെ വിളിപ്പാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഇന്ന് രോഗശാന്തി വ്യാപരിക്കുക. ഇന്ന് കെട്ടുകൾ പൊട്ടുക. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് മകൾ വ്യാപരിക്കട്ടെ. വലത്തുകാൽ ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നാൽ ഇടത്തുകാൽ ഓപ്പറേഷൻ ചെയ്യുന്നതും, വലത്തുകാൽ ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നാൽ ഇടത്തുകാൽ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യുന്ന, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക വെച്ച് കുത്തിക്കെട്ടുന്ന ഡോക്ടർമാരെ വിശ്വാസമാണ്. ഒന്നും പിടികിട്ടിയില്ലെന്നോ? അതല്ലേ, പത്രം വായിച്ചാലല്ലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. 24 മണിക്കൂർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇതൊന്നും പിടികിട്ടത്തില്ല. വല്ലപ്പോഴൊക്കെ മനോരമയൊക്കെ ഒന്ന് വായിക്കണം. ചിലപ്പോൾ മൊബൈലുണ്ടല്ലോ പാശ, പിന്നെന്തിനാ പത്രം വരുത്തുന്നത്? മൊബൈൽ വേറെ, പത്രം വേറെ. പത്രം വായിച്ചാലേ നാട്ടുകാർ വേറെ അറിയത്തുള്ളൂ, മരിച്ചവരാരൊക്കെയാണെന്ന് അറിയത്തുള്ളൂ. ചിലക്ക് പത്രം വായിക്കുന്ന ഔട്ട് ഓഫ് ഫാഷനാണ്. ഞാൻ വലിയ പഠിത്തമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ഇനി പത്രമൊന്നും വായിക്കുന്നത്. എനിക്ക് എന്തുണ്ട്? ഇതുണ്ട്. ഇതിനകത്ത് എല്ലാ ന്യൂസും ഇല്ല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുണ്ട്. ഇതിനകത്ത് എല്ലാ ന്യൂസും ഇല്ല. ചില ന്യൂസിൻ്റെ ഡീറ്റെയിൽസേ ഉള്ളൂ. പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അയലോക്കത്ത് നടക്കുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പത്രം വായിച്ച് കാര്യം മനസ്സിലാക്കണം, എന്താ നടക്കുന്നതെന്ന്. അയ്യോ, വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസം പത്രം തുറന്ന് നോക്കുമ്പോൾ പേടിച്ചാണ് തുറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരെ വിശ്വാസമാണ്, ഡോക്ടറെ വിശ്വാസമാണ്, എല്ലാവരും വിശ്വാസമാണ്, ദൈവത്തെ വിശ്വാസമില്ല. ഇന്ന് നീ വിശ്വസിക്കണം. നിന്നെ പരിശുദ്ധാത്മാവ് ചതിക്കത്തില്ല, നിന്റെ തലമുറ ചതിക്കത്തില്ല. നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് പാതി വഴി കിട്ടാൻ നിന്നെ തകർക്കത്തില്ല പരിശുദ്ധാത്മാവ്. നിന്നെ അക്കരെ എത്തിക്കും ദൈവം. വേണ്ടി ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ മാത്രമല്ല നിന്റെ തലമുറയും അക്കരെ എത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ അക്കരെ എത്തിക്കും. ഓരോ കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞേ.
ഓ റബ റബ പറ 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 ശക്തിയോടെ. ഓ പരിശുദ്ധമായി പറയുന്നു, ഇന്ന് പലക്കാലം ഈ ആരാധന നടുവിൽ നിങ്ങൾ അറിയാതെ തന്നെ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർമാർക്ക് കഴിയാത്ത, മരുന്നിന് കഴിയാത്തത്, സ്കാനിങ്ങിന് കഴിയാത്തത്, എക്സ്റേ കഴിയാത്തത്, റേഡിയേഷനും കീമോതെറാപ്പിക്ക് കഴിയാത്തത് ഇന്ന് പകൽ യേശുവിന് കഴിയും. എത്ര വർഷം പഴകിയാലും എടുക്കുന്ന ഏക മെഡിക്കൽ കോളേജ് എന്റെ യേശുവിന്റെ സന്നിധിയാണ്. 38 വർഷമായ പക്ഷപാതക്കാരനെ എന്റെ യേശു സൗഖ്യമാക്കി. 18 വർഷമായ കൂലിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. 12 വർഷമായ രക്തസഭക്കാരുടെ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. ആ യേശു നിന്നെ സൗഖ്യമാക്കി. പാസ്റ്ററേ, എൻ്റെ വല്യപ്പന് ഷുഗർ ഉണ്ടായിരുന്നു, എൻ്റെ അപ്പന് ഷുഗർ ഉണ്ടായിരുന്നു, എനിക്ക് 30 വർഷം ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഷുഗർ ഒറ്റ സെക്കൻഡ് കൊണ്ട് കടലിൽ കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ഉറക്കൽ ആരാധിച്ച് സ്തോത്രം പറഞ്ഞാൽ മതി. ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്നെ കടലിൽ കളയാൻ ദൈവത്തിന് കഴിയും. നീ വിശ്വസിക്ക, പരിശുദ്ധാത്മാവ് നിന്നെ ചതിക്കത്തില്ല. ആരൊക്കെ നീ സൗഖ്യമായിട്ടുണ്ട്. ഇഴഞ്ഞിറങ്ങിപ്പോന്ന് ഞാൻ ആത്മാവ് കാണുന്നില്ല. ഇഴഞ്ഞിറങ്ങിപ്പോന്നു. വീണ്ടും ഞാൻ പറഞ്ഞു, ഇഴഞ്ഞിറങ്ങിപ്പോന്ന് കാണുന്നു. വീണ്ടും ഞാൻ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണിന് കാണുന്നില്ല, ആത്മാവിൽ ഞാൻ കാണുന്നു. ചിലത് ഇഴഞ്ഞിറങ്ങിപ്പോന്നു യേശുവിന്റെ നാമത്തിൽ. ആ റാ ഓ യെസ് യെസ് യെസ്. അത് പോട്ടെ പോട്ടെ പോട്ടെ, അത് പൊക്കോട്ടെ, അത് ഇറങ്ങിപ്പൊക്കോട്ടെ, അത് ഇറങ്ങിപ്പൊക്കോട്ടെ, അതിനെ തളഞ്ഞു നിർത്തണ്ട, പൊക്കോട്ടെ. ഇനി നിന്റെ മേലെ അഭിഷേകം വ്യാപരിക്കുക. അത് പോട്ടെ. ഓ ജീസ് ജീസസ്. ഓ റബ റിബലദ റിബല റബല റൗഡ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ചില പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ ശാപങ്ങളും തലമുറകളായി വാഴുന്ന ചില കെട്ടുകൾ അറിയണം. രക്തം ജയം. റീബല ബൗഡബലക്ഷ സമ്പല ദിലാദല റൗഡാദല. സമാധാനം കെടുത്തി, സന്തോഷം കെടുത്തി, പണം ചോർത്തി, ആമേൻ, എല്ലാം നഷ്ടപ്പെടുത്തി, നിന്നെ കിടപ്പിലാക്കി, ഇരിപ്പിലാക്കി, വീൽ ചെയറിലാക്കി, മൊബൈൽ മോർച്ചറി വഴി നിന്നെ വിടാൻ നോക്കുന്നൊരു ശക്തിയുണ്ട്. ഇന്നുപോലെ നീ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത്. പരിശുദ്ധന്മാർ കൂടെ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കല്ലേ. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കണ്ണിന്റെ കാഴ്ച മടങ്ങി വരട്ടെ, ചെവിയുടെ കേൾവി മടങ്ങി വരട്ടെ, തൈറോയ്ഡ് മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഹാർട്ടിന്റെ ബ്ലോക്ക് മാറിപ്പോകട്ടെ, നടുവിന്റെ വേദന മാറിപ്പോകട്ടെ, ഉദര രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കിഡ്നി ഫെയിലിയർ സൗഖ്യമാകട്ടെ, പാരമ്പര്യ രോഗങ്ങൾ, മെന്റൽ ഡിപ്രഷൻ, നിസ്സാര കാര്യത്തിൽ ഒതുക്കുന്ന കെട്ട് എനിക്ക് അപ്പോസ്തലത്തിൽ ഇഷ്ടമുള്ള വാക്കുണ്ട്, ഒരു വാക്യമുണ്ട്. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. കയ്യെ തൂങ്ങി ആണില്ലേ, കണ്ട് എക്സൈറ്റഡ് ആയില്ല, വിഷമിച്ചില്ല, നിലവിളിച്ചില്ല. നാട്ടുകാരെ പറയുന്നു, ഇവനെ ആമേ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല, ഇവനെ കൊലപാതകനാ, സംശയമില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം.
പൗലോസിൻ്റെ മുഖത്ത് ഭാവഭേദമില്ല. അഭിഷേകമുള്ളവൻ ആണിലെ തൂങ്ങിയാൽ ബഹളം ഉണ്ടാക്കത്തില്ല. അവനവിടെ നിൽക്കും. അവനറിയാം മുമ്പിലൊരു തീയുണ്ട്. ആ തീ ഉള്ളിടത്തോളം കാലം എൻ്റെ കയ്യിലെ അണലി ആ തീക്കത്ത് വീഴും. അത് കരിഞ്ഞു പോകും. തീക്കത്ത് വീണ് കരിഞ്ഞാൽ തിരിച്ചു കയറത്തില്ല. ഇന്ന് ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, നിന്നെ താർക്കാത്ത ചില സർപ്പശക്തികൾ, അണലി ശക്തികൾ, രോഗശക്തികൾ, പാരമ്പര്യ ശക്തികൾ, ആഭിചാര മന്ത്രവാദ ശക്തികൾ ഇന്ന് പകൽ നീ ആത്മാവിൽ തീയിൽ കൊടയണം. തീയിൽ കൊടയുക. രക്തം ജയം. രക്തം കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. തീയിൽ കൊടയുക. റീബല ബൗഡബലക്ഷ സമ്പലദാല റീബൽഖാല റപ്പപ്പാറ റീബല ബൗഡബലക്ഷ സമ്പലദലദ റൗഡബലക്ഷ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ചിലരെ ശരിക്കും പകർക്കാൻ പരിശുദ്ധ തൊട്ടിട്ടുണ്ട്. ശരിക്കും തൊട്ടിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കണം. വിശ്വസിക്കണം. അടുത്ത ബ്ലഡ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതം ഇന്ന് പകൽ ദൈവം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാ എലയാസർ വിശ്വസ്തനാണ്. അവൻ പരിജ്ഞാനവും അനുസരണമുള്ളവനാണ്. അവന് പ്രാർത്ഥന നിരതനാണ്. 4, അവൻ ബുദ്ധിമാനും വിനയമുള്ളവനുമാണ്. ബുദ്ധിമാനും വിനയമുള്ളവനാണ്. പരിശുദ്ധം പ്രാപിച്ച ഒരാളെ ബുദ്ധിമാനായിരിക്കും. അവന് വിനയമുണ്ടായിരിക്കും. അഹങ്കരിക്കത്തില്ല. 10 പുസ്തകം കൈ കിട്ടുമ്പോൾ അഹങ്കരിക്കത്തില്ല. അവന് വിനയമുണ്ടായിരിക്കണം. ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ഒന്നാണ് വിനയ സ്വഭാവം. ഒരിക്കൽ പോലും വർത്തമാനം പറയുമ്പോൾ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വായിന്ന് വരില്ല. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. സംസാരത്തിലാകട്ടെ, ഇടപാടിലാകട്ടെ, നല്ലത് മാത്രം പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ മാത്രം മിടുക്കൻ എന്ന് ചിന്തിക്കരുത്. എപ്പോഴും വിനയ സ്വഭാവം ഉണ്ടായിരിക്കണം. ഒപ്പം ബുദ്ധിയും നമുക്കുണ്ടായിരിക്കണം. 5-ാമത്തെ കാര്യം, ദൈവത്തോട് കൃതജ്ഞത ഉള്ളവനാണ് പരിശുദ്ധാത്മാവ്. എലയാസർ ഓരോ വാക്കിലും പറയുന്നുണ്ട്, ആമേൻ, ദൈവമേ നീയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ചെല്ലുമ്പോൾ യജമാനു വേണ്ടിയുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. എല്ലാ കാര്യവും സെറ്റാകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, എലയാസർ പറയുന്നു, ദൈവമേ എൻ്റെ യജമാനൻ്റെ ദൈവമാണ് എനിക്ക് ഈ കാര്യങ്ങൾ നടത്തി തന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി തരുമ്പോൾ ഓർത്തോണം, നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം. ചില ആളുകളുടെ കാര്യം നടക്കുന്നതിനും വരെ ഭയങ്കര ഭവ്യത, ഭയങ്കര പാകത, ആരാധനയ്ക്കൊന്നും മുടക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് വരും. കാര്യം നേടിക്കഴിയുമ്പോൾ പിന്നെ യോഗത്തിനുമില്ല, കൂട്ടത്തിനുമില്ല, കൂട്ടായ്മയ്ക്കുമില്ല. പിന്നെ അവരവരെ വഴിയായി. പിന്നെ അവർ പറയുന്നറിയാം, പാസ്റ്റർ എന്താ തിരക്കാന്നറിയാമോ, ഞാൻ ഭയങ്കര ബിസിയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ്ടായോ. കുഞ്ഞെ, നീ ഒരു കാര്യം എപ്പോഴും ഓർത്തണം, നിന്നെ അവിടെ വരെ കൊണ്ടെത്തിച്ച ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിൽ നീ ബിസി കാണിക്കല്ലേ. മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചു. ആത്മീയ കാര്യത്തിൽ ബിസി കാണിക്കല്ലേ. ആത്മീയ കാര്യത്തിൽ സമയം പാലിക്കണം. ആത്മീയ കാര്യത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ആത്മീയ കാര്യത്തിൽ അടുക്കും ചുട്ടയും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കാര്യം നീ ഉഴപ്പിയാൽ നിന്റെ കാര്യം ദൈവം ഉഴപ്പും. എത്ര മിടുക്കാണ് ദൈവം ഉഴപ്പും. ഒരു ചെറിയ കാര്യം മതി ഉഴപ്പാൻ. എത്ര മിടുക്കനാണെങ്കിലും ദൈവം കൈ വലിച്ചാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ദൈവമേ അങ്ങനെ കൃപ 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 എന്ന് വാങ്ങോണ്ട് അങ്ങ് പറഞ്ഞോണം. ആ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. 2 കൈ ഉയർത്തി പിടിച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് ദൈവമേ അങ്ങനെ കൃപയാണെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് കർത്താവേ അങ്ങനെ കൃപയാണെന്ന് പറഞ്ഞ് മനസ്സിൻ്റെ അകത്തുനിന്നൊന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞുകൊണ്ട് പറയല്ല, അകത്തുനിന്നൊന്ന് പറഞ്ഞ് ദൈവമേ അങ്ങനെ കൃപയാന്ന് ഉറക്കുമെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞ് കൈ അടിച്ചെന്ന് പറഞ്ഞ് കൈ അടിച്ച് അങ്ങയുടെ കൃപ
പരിശുദ്ധാത്മാവിന്റെ ആറാമത്തെ ക്വാളിറ്റി ക്ഷമാശീലവും വിശ്വാസമുള്ളവനായിരുന്നു. ക്ഷമാശീലം. എലയാസർ ക്ഷമാശീലമുള്ളവനും ഒപ്പം വിശ്വാസമുള്ളവനുമായിരുന്നു. ക്ഷമിക്കാനും സഹിക്കാനുള്ള കൃപ നമുക്കുണ്ടായിരിക്കണം. പല കാര്യങ്ങൾ കുത്തിപ്പിക്കുന്ന നടക്കല്ലേ. ചുമ്മാതിരിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാനെങ്ങനെ മറക്കുന്നത്, ഞാനെങ്ങനെ ക്ഷമിക്കുന്നത്. നീ അങ്ങനെ പിടിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? നീ ഒന്ന് ക്ഷമിച്ച് നോക്കിക്കേ, എന്നെ അനുഗ്രഹമാ. മനസ്സിൽ നിന്നൊരു 50 കിലോ മാറുന്ന പോലെ ഒരു സന്തോഷം ഉണ്ടാകും. ക്ഷമിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ കർത്തൃമേശന് മുമ്പ് ഞാൻ പറയുന്നു, ക്ഷമിക്കണം. ഭർത്താവും ഭാര്യയും തമ്മിൽ ക്ഷമിക്കണം. കുടുംബത്തിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. അയൽവക്കക്കാരോട് ക്ഷമിക്കണം. ജോലിക്കാരോട് ക്ഷമിക്കണം. ജോലി സ്ഥലത്തുള്ളവരോട് ക്ഷമിക്കണം. ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ അവരോടൊക്കെ ക്ഷമ ചോദിച്ചോണം. ഫ്രീ ആയിരിക്കണം. പോകുന്ന വരയ്ക്ക് അറ്റാക്ക് വന്ന് ചത്തുപോയാലും സ്വർഗത്തിൽ പോകുന്ന തടസ്സമായിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ മരണം വരെ പിടിച്ചുകൊണ്ട് നടക്കും. അവസാനം മണ്ണിലോട്ട് കുഴിച്ചിടുമ്പോൾ അവരുടെ പ്രശ്നം കൂടെ കുഴിച്ചിടുക. അവരെ തന്നെയല്ല, അവരെ പ്രശ്നം കൂടെ മണ്ണിൽ കുഴിച്ചിടുക. അതുണ്ടാകാൻ പാടില്ല. മനസ്സ് എപ്പോഴും ഫ്രീ ആയിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം, എപ്പോഴും ചിരിക്കുന്ന മുഖമുണ്ടായിരിക്കണം, എനിക്കൊരു സന്തോഷമുണ്ടായിരിക്കണം. അമ്മേൻ എല്ലാവർക്കും കൈകൊടുത്ത സ്നേഹമായി പെരുമാറാനുള്ള ഒരു കൃപയുണ്ടായിരിക്കണം. കെട്ടിപ്പിടിച്ച് ചുമ്മനൊക്കെ കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. വീട്ടിലായാലും എല്ലാം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം പറയേണ്ട കാര്യം പറയേണ്ടെന്നല്ല, പറയേണ്ട കാര്യം പറയേണ്ട പോലെ സോഫ്റ്റായി പറയാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്മയുടെ വഴികളുണ്ടാകത്തുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവ് ക്ഷമാശീലനും വിശ്വാസമുള്ളതുമായിരുന്നു. ഏഴാമത്തെ കാര്യം നിസ്വാർത്ഥനും സ്ഥിരോത്സാഹിയുമായിരുന്നു. നിസ്വാർത്ഥ, അവന് വേണ്ടി ഒന്നും ചെയ്തില്ല, അവനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞ മുഴുവൻ അബ്രഹാമിൻ്റെയും മോൻ്റെയും കാര്യമാണ്. ഞാൻ എലയാസറാ, അവിടെ ഒത്തിരി പേരുണ്ട്, അതിൻ്റെ ചീഫ് ഞാനാ ഇങ്ങോട്ട് വന്നെന്നൊന്നും അവൻ പറഞ്ഞില്ല. അവൻ അബ്രഹാമിൻ്റെ കാര്യം, അബ്രഹാം ബഹുസമ്പന്നനാണ്, അവന് ഒരു വലിയ കൂട്ടം ആളുകൾ അവൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അവിടുത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ ഉയർത്തിയിട്ട് രണ്ടാമത് ഇസ്ഹാക്കിൻ്റെ കാര്യം പറയുക. അദ്ദേഹത്തിന് നല്ലൊരു മോനുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ കാര്യം പറഞ്ഞ് അബ്രഹാമിന് ഇസ്ഹാക്കിനെ മാത്രം ഉയർത്തുന്ന ഒരു സ്വഭാവമുള്ള പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, നമ്മുടെ അകത്തും ആദ്യമായിരിക്കും. നമ്മളെ പൊക്കി പറഞ്ഞ് നമ്മളെ പൊക്കി പറയുന്നത് മാത്രം കേൾക്കാനുള്ള മനസ്സില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും യേശുവിനെ മാത്രം ഉയർത്താൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ പാതകളിൽ നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കല്ലേ, യേശുവിനെ മാത്രം ഉയർത്തണം. 8 അവൻ വിജയശ്രീ ലാളിതനായിട്ടാണ് മടങ്ങി വന്നത്. ആരാ? ഈ പരിശുദ്ധാത്മാവ്. ആരാ? ഈ എലയാസർ. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൻ്റെ പാതയിൽ ഇപ്പം നീ പരാജയമാണെങ്കിൽ നിന്നെ തിരിച്ച് ജയത്തിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഏറ്റവും ഒടുവിലത്തെ ജയം നമുക്കായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ പരാജയം, രോഗം, ദുഃഖം, ഭാരം എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും ഒടുവിലത്തെ ജയം നമുക്കാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.